എന്താ കാണിക്കുന്നേ? എന്നെ കൊല്ലാൻ നോക്ക? ഞാനില്ലേ ശ്രീദേവിന്റെ കൂടെ കിടക്കാൻ? ഞാൻ നിലത്ത് കിടക്കാം. ആരാത്? എന്താ കുഞ്ഞെ? എന്താ ഈ സമയത്ത്? ആ വാതില് കുറ്റിയിട് കണാരാ. കുഞ്ഞെ, വാതില് കുറ്റിയിടാൻ. എന്താ കുഞ്ഞെ? കുഞ്ഞ് എന്തൊക്കെയായി കാണിക്കുന്നത്? എനിക്ക് പകരം വീട്ടണം. എന്നെ ചതിച്ചവരോട് എനിക്ക് മധുരമായി പ്രതികാരം ചെയ്യണം. കുഞ്ഞെ, കണാരൻ പേടിക്കണ്ട. ഈ കളപ്പുരിക്കുള്ളിൽ നടക്കുന്നത് ഞാനും കണാരനും മാത്രമേ അറിയൂ. തൊടലും തീണ്ടലും ഞാൻ മറക്കുക. ഈ രാത്രി കണാരൻ എനിക്ക് ബാല്യക്കാരനല്ല. എനിക്ക് വേണം കണാരന്റെ ചോരയിൽ ഒരു കുഞ്ഞ്. കുഞ്ഞെ, എന്തൊക്കെയായി പറയുന്നത്? സത്യം. ശരീരത്തിന്റെ ദാഹം അകറ്റാനുള്ള ആവേശം കൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ചതിച്ചവരോട് എനിക്ക് പക തീർക്കാൻ ഈ മാർഗം മാത്രമേ ഉള്ളൂ. അവരറിയില്ല, ആരും അറിയില്ല. പക്ഷെ എനിക്കിന്ന് മനസ്സുകൊണ്ട് ആശ്വസിക്കാം, എന്നെ വഞ്ചിച്ചവരോട് ഞാൻ പകരം വീട്ടിയെന്ന്. അരുതെന്ന് പറയരുത് കണാര. ശ്രീദേവി, ശ്രീദേവി, ശ്രീദേവി എവിടെ?
വാതില് തുറക്ക് ശ്രീദേവി, തുറക്ക് ശ്രീദേവി, ശ്രീദേവി, വാതില് തുറക്ക് ശ്രീദേവി, ശ്രീദേവി തുറക്ക് ശ്രീദേവി, ശ്രീദേവി വാതില് തുറക്ക്. ശ്രീദേവിനോട് ക്ഷമിക്ക് ശ്രീദേവി, എന്നോട് പിണങ്ങി എന്തിനാ ശ്രീദേവി കളപ്പുര വന്ന് കിടക്കുന്നേ? വാ ശ്രീദേവി, എനിക്കൊരു പിണക്കവും ഇല്ല. വാ വാ ശ്രീദേവി. ദേ വന്നില്ലേ ഞാൻ അമ്മേനെയും മുത്തശ്ശനെയും വിളിച്ചു കൂട്ടു. വാ വാ ശ്രീദേവി, വാ. പിണങ്ങല്ല ശ്രീദേവി, വാ വാ വാ. രാമൻ നായരെ, രാവിലെ വാർത്ത കണ്ടായിരുന്നോ? ഇല്ല, ഒന്നും നോക്കാനുള്ള നേരം കിട്ടിയില്ല. നമ്മുടെ SI ഉദ്ദണ്ഡനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തെന്ന്. അതെന്തിന്? അഴിമതിയും കൈക്കൂലിയും. ഓ ഭഗവാനേ, അയാൾക്ക് ഇത് തന്നെ പറഞ്ഞണം. എന്റെ എന്തുമാത്രം ദോശയും വടയും ചായക്ക അയാള് കാശ് തരാത്തുനിന്ന് കുമ്പേ വിറിപ്പിച്ച് പോയത്. ഇതിൽ വേറൊരു രസമുണ്ട് രാമൻ നായരെ. നമ്മുടെ അഴിമതി വീരൻ അഴിമതി വിരുദ്ധ വാരാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. എന്തോ ചെയ്യാൻ ഓരോ കാര്യങ്ങള്. അപ്പൊ ശരിക്കൊരു പണി കിട്ടി. രാമനായരെ, എനിക്ക് 2 വട വേണം. ഉണ്ണിയാ, എത്ര വട വേണമെങ്കിലും തരാലോ. ഇരി, ഇന്ന മതിയാ. ഉണ്ണി, നീ ഒരു അച്ഛനാവാൻ പോണെന്ന് കേട്ടല്ലോ. അപ്പൊ രാമനായരും അത് കേട്ടോ? ഈ പൊട്ടൻ എങ്ങനെയാ രാമൻ നായർ ഇത് ഒപ്പിച്ചത്? ഇതന്നെ എല്ലാരും ചോദിക്കുന്നേ. ഞാൻ എങ്ങനെയാ രാമനായർ ഇതൊക്കെ ഒപ്പിച്ചേ? എന്ത് ചോദ്യ ഉണ്ണി നീ ചോദിക്കണത്? നീ എങ്ങനെ ഒപ്പിച്ചത് ഞാനറിയാ. അണ്ണാൻ മൂത്താലും മരകേറ്റം മറക്കാൻ പറ്റത്തില്ലെന്നാണല്ലോ രാമൻ നായരെ. ഇവനിങ്ങനെ പൊട്ടനാകുന്നതിന് മുമ്പ് എന്തായിരുന്നു അവന്റെ വീരസ്യം? നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ വെറുതെ വിടുവായിരുന്നു. അഭ്യസിച്ച കല മറക്കാൻ പറ്റുമോ രാമൻ നായരെ? ഉണ്ണിയേ, മഴക്കോളാണ് കാണുന്നത്. നിന്ന് നേരം കളയാതെ ഇല്ലത്തോട്ട് ചെല്ല്. അല്ലെങ്കിൽ മഴയത്ത് നിന്നോടെ പിടിച്ചിരുത്തിയെന്ന് പറഞ്ഞോണ്ട് വലിയ തിരുമേൻ എന്നെ ശകാരിക്കും. ഇല്ല, ഞാൻ പോണില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റൂല. നല്ല കുട്ടിയല്ലേ, പറഞ്ഞാൽ രാമനായരെ വിട്. ഞാൻ മിണ്ടൂല. കണാരോ, നിക്ക് കണാരോ, കണാരോ, കണാരോ. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. കണാരനോട് മിണ്ടാറേ ഇല്ല.
ഇപ്പൊ ശ്രീദേവി എന്നോട് മിണ്ടാറില്ല. ഉണ്ണി എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഉണ്ണി ആർക്കും വേണ്ട. കണാരാ, നിക്ക് കണാരാ, കണാരാ ഒന്ന് പറയുന്ന കേക്ക് കണാരാ, നിക്ക് കണാരാ, കണാരാ ഒന്ന് പറയുന്ന കേക്ക് കണാരാ, കണാരാ, കണാരാ. മോനെ ഉണ്ണി, മുത്തശ്ശ, അമ്മേ, ചേച്ചി, ഭയക്കണ്ട, ഹീസ് ഓൾ റൈറ്റ്. ഒരിക്കൽ ഒരു ഷോക്കിൽ സംഭവിച്ച മെന്റൽ ഡിസോർഡർ. ബൈ ഗോഡ്സ് ഗ്രേസ് ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്കിൽ അത് റിക്കവർ ആയിരിക്കുന്നു. സോളി എ മിറക്കിൾ. മനുഷ്യനും ശാസ്ത്രങ്ങൾക്കും അപ്പുറത്താണ് ദൈവത്തിന്റെ ശക്തി. നൗ ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഈശ്വര, ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് ദൈവത്തിനോടാണ്. പിന്നെ ഉണ്ണിയെ രക്ഷപ്പെടുത്തുന്നതിനിടെ മരണപ്പെട്ട ആ നല്ല മനുഷ്യന്റെ ആത്മാവിനോടും. ഷീസ് യുവർ വൈഫ്. അത് ഉണ്ണിയുടെ ഭാര്യയാണ്. എന്താ പേര്? ശ്രീദേവി. ബുദ്ധിക്ക് ചെതലരിച്ച നേരത്ത് അറിയാതെയാണ് വേളി കഴിച്ചെങ്കിലും എനിക്കിഷ്ടായിട്ടോ. അപ്പൊ ഉണ്ണി, ഈ സന്തോഷത്തിന് പ്രത്യേകം ട്രീറ്റ് ഉണ്ട് കേട്ടോ.